ഈ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ഗ്രാമീണ മേഖലകളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് ഒരു കൈത്താങ്ങാകുക, തൊഴിൽ ഒരു അവകാശമാക്കുക എന്നതായിരുന്നു ഈ ബില്ല് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി റദ്ദാക്കിക്കൊണ്ട് പുതുതായി വരുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ജീവിക മിഷൻ ഗ്രാമീൺ എന്ന് പറയുന്ന ഈ VBG റാംജി എന്ന ബില്ലിന്റെ മൂന്നാമത്തെ ക്ലോസിൽ തന്നെ പറയുന്നത് ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്നതാണ്. അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരം തൊഴിൽ നൽകാം എന്നതാണ്. അപ്പോൾ തൊഴിൽ അവകാശമാണ് എന്നത് ഇതോടെ റദ്ദാവുകയാണ്. അപ്പോൾ ഇനി രാജ്യത്ത് തൊഴിൽ അവകാശമല്ല. നമുക്കറിയാം UPA സർക്കാരിന്റെ കാലത്ത് ഇതുപോലെ മറ്റ് ചില നിയമങ്ങൾ കൂടി കൊണ്ടുവന്നിരുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം, ആ നിയമം ഇവിടെ. അതുപോലെ ഭക്ഷ്യ സുരക്ഷാ നിയമം, അത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയായി മാറി. അപ്പോൾ ഈ പദ്ധതികളെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികളാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ പദ്ധതികൾക്കൊക്കെ തന്നെ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന തുക എന്നത് ഒരു വലിയ ബാധ്യതയായിട്ടാണ് സർക്കാർ കാണുന്നത്. അപ്പോൾ ആ ബാധ്യത ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇതിന്റെ സാമ്പത്തിക ഭാരം സംസ്ഥാനങ്ങൾക്ക് മേൽ കൂടി കെട്ടിവെക്കുക. സ്വാഭാവികമായും ഇത് ക്രമേണ ഇതിന്റെ ശ്വാസം നിലച്ച് ഇത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും.